പോരാട്ടച്ചൂടിൽ നിലമ്പൂർ. മത്സരചിത്രം തെളിഞ്ഞതോടെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോര് ശക്തമാകുന്നു. ആരോപണങ്ങളും വിവാദങ്ങളും ഒരു ഭാഗത്തു നിറയുമ്പോൾ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. പെരുന്നാളിന്റെ ആഘോഷത്തിരക്കിലും നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ആവേശത്തിന് കുറവില്ല. എടക്കര പഞ്ചായത്തിലായിരുന്നു LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രചാരണം. മലപ്പുറവുമായി ബന്ധപ്പെട്ട് CPIഎമ്മിനെതിരായ പ്രചാരണത്തിൽ UDF യുവനേതാക്കൾക്ക് മറുപടിയുമായി സ്വരാജ്. എനിക്കവരോട് തർക്കിക്കാൻ ഈ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ല. എനിക്ക് ആ യുവനേതാക്കളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇനിയെങ്കിലും മനുഷ്യരാവുക, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, തയ്യാറാക്കി കൊണ്ടുവന്ന വിഷം എവിടെയെങ്കിലും ഉപേക്ഷിച്ചു പോവുക എന്ന് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ. പെരുന്നാൾ തിരക്കിനിടയിൽ വാഹന പ്രചാരണത്തിന് 2 ദിവസത്തെ ഇടവേള നൽകിയിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. വ്യക്തികളെയും സ്ഥാപനങ്ങളിലെ ആളുകളെയും കാണുന്ന തിരക്കിൽ സ്ഥാനാർത്ഥി 75,000 വോട്ടെങ്കിലും ചുരുങ്ങിയത് മണ്ഡലത്തിൽ പിടിക്കുമെന്നാണ് PV അൻവറിന്റെ അവകാശവാദം. മലയോര മേഖലയിലെ കർഷകർ തനിക്ക് അനുകൂലമാണെന്നും അൻവർ. ഒരു വ്യക്തതക്കുറവുമില്ല. 75,000 വോട്ട് മിനിമം പിടിച്ച് വലിയ വോട്ടിന്, അതൊരു പക്ഷേ 1 ലക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി പിടിച്ച വോട്ടിലേക്ക് പോയാൽ നിങ്ങൾ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും തിരഞ്ഞെടുപ്പ് കൺവെൻഷനൊക്കെ കഴിഞ്ഞതോടെ ഇന്ന് വാഹന പര്യടനവുമായി മണ്ഡലത്തിൽ സജീവമാണ്. BJP നേതാവ് ഷോൺ ജോർജ് അടക്കമുള്ളവർ ഇന്ന് പ്രചാരണത്തിനായി മണ്ഡലത്തിലുണ്ട്. BJP ഇന്നലെ കൺവെൻഷനോടുകൂടി ഔദ്യോഗികമായി കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ സൂചിപ്പിച്ചു, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മാത്രമല്ല, അതിലുപരി ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള കുടിയേറ്റ കർഷകന്റെ പോരാട്ടത്തിന്റെ തുടക്കം കൂടി കുറിക്കുകയാണ് BJP നിലമ്പൂരിന്റെ മണ്ണിൽ. നാളെ രാവിലെ തന്നെ ഈദ്ഗാഹുകളിലേക്ക് സ്ഥാനാർത്ഥികളെത്തും. ടീം 24 നിലമ്പൂർ.